Hi students, today we will discuss about delay programs. These are the programs which introduce delay or sufficient delay for between two or more events. അപ്പോൾ രണ്ട് ഇവൻസിനിടയ്ക്ക് നമുക്കൊരു ഡിലേ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ ഡിലേ പ്രോഗ്രാംസ് എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. ഡിലേ എന്ന് പറഞ്ഞ സാധാരണ നമുക്ക് ഡിസൈറബിൾ ഫാക്ടർ അല്ല, നമ്മൾ ഡിലേ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചെയ്യാറ്. ഇപ്പോൾ ഡിലേ ഉള്ളത് കുറച്ചിട്ട് നമുക്ക് സ്പീഡപ്പ് ചെയ്യാനാണ് നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യാറ്. ബട്ട് ഇൻ സർട്ടൻ ആപ്ലിക്കേഷൻസ് വി ഷുഡ് നീഡ് ഡിലേസ്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഡിസ്പ്ലേ ഉണ്ടാക്കണം എന്നായിരിക്കും. ഡിസ്പ്ലേ ഉണ്ടാക്കുന്ന സമയത്ത് ഫസ്റ്റ് 0 ഡിസ്പ്ലേ ചെയ്തു, ദെൻ 1 ഡിസ്പ്ലേ ചെയ്തു, 2 ഡിസ്പ്ലേ ചെയ്തു, അങ്ങനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നായിരിക്കും. കൗണ്ടർ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടായിരിക്കും. കൗണ്ടർ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഓരോന്നും ഡിസ്പ്ലേ ചെയ്യുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സർട്ടൻ ഡിലേ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ കണ്ണിൻ്റെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കാരണം 1/16 സെക്കൻഡ് ഇടയ്ക്ക് എന്തുണ്ടാവില്ല, രണ്ട് ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ വി കനോട്ട് ഐഡൻറ്റിഫൈ ദി ചേഞ്ചസ് ഓർ ട്രാൻസിഷൻ ഫ്രം 0 to 1 or 1 to 2 അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ഡിലേ ഷുഡ് ബി മോർ ദാൻ 1/16 സെക്കൻഡ്. അപ്പോൾ 1/16 സെക്കൻഡിന് മുതലുള്ളൊരു ഡിലേ ആയിരിക്കണം, എങ്കിൽ ആണെങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഡിലേ കുറയ്ക്കുകയാണെങ്കിൽ സ്പീഡിൽ കാണും, ഡിലേ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇങ്ങനെ എന്താ പറയുക, നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഡിലേ അത്യാവശ്യം വേണ്ട കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അതിന് ഡിലേയുടെ വാല്യൂസ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു സ്ക്വയർ പൾസ് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കാം. സ്ക്വയർ പൾസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, ഇവിടെ ഞാൻ കാണിക്കാം. സപ്പോസ് ഇതാണ് സ്ക്വയർ പൾസ് എന്ന് പറഞ്ഞാൽ. സ്ക്വയർ പൾസ് എന്താ ശരിക്കും അതിൻ്റെ പ്രോപ്പർട്ടി എന്താ, ഒരു പോയിന്റ് ഹൈ ആയിട്ട് നിൽക്കുന്നു, കുറേ നേരം ഹൈ ആയിട്ട് നിൽക്കുന്നു. എത്ര നേരം എന്നുള്ളത് നമ്മളെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ആ ഹൈ ആയി നിന്നിരുന്ന് പെട്ടെന്ന് എന്തായിരുന്നു, അത് ലോ ആയി മാറുന്നു. ദെൻ ആ ലോ അതേപോലെ തന്നെ നിൽക്കുന്നു. എത്ര നേരം, ഒരു സെർട്ടൻ ടൈം. അപ്പോൾ ഇങ്ങനെ ഇത്ര നേരം നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത്ര ഡിലേ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലേ. അത്ര കഴിഞ്ഞിട്ടേ ഇനി എന്താവാൻ പാടുള്ളൂ, ലോ ആകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഇത്ര കഴിഞ്ഞിട്ടേ പിന്നെ എന്താവാൻ പാടുള്ളൂ, ഹൈ ആകാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ഈ സിറ്റുവേഷനിലൊക്കെ നമുക്ക് എന്ത് വേണ്ടി വരും, ഡിലേ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ പല സിറ്റുവേഷൻസിന് നമുക്ക് എന്ത് വേണ്ടി വരും, ഡിലേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ പ്രോഗ്രാം. അപ്പോൾ ഡിലേ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ സിലബസിനകത്തുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് ഡെയിലി ലൈഫിൽ നിങ്ങൾ ഈ ഒരു ഇതിനകത്താണ് സ്റ്റിക്ക് ഓൺ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഡിലേ എന്ന് പറഞ്ഞ പ്രോഗ്രാം അത്യാവശ്യമായിരിക്കും. അപ്പം ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനും എന്തുണ്ട്, ഒരു ഡിലേ ഉണ്ട് അല്ലേ. ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു സർട്ടൻ ഡിലേ ഉണ്ട്. ആ ഡിലേ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വലിയൊരു ഡിലേ പ്രോഗ്രാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അത് സാധാരണ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, ഒരു രജിസ്റ്റർ യൂസ് ചെയ്യും. ആ രജിസ്റ്ററിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെവിടെ ഒരു ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക്, ലോഡ് ഡിലേ രജിസ്റ്റർ. ഇതിനകത്താക്കി നമ്മൾ എന്ത് ചെയ്യും, ഒരു വാല്യൂ രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അത് ഡിക്രിമെൻ്റ് ചെയ്യും. ഡിക്രിമെൻ്റ് ചെയ്ത് 0 ആകുന്ന വരെയുള്ള ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു സെർട്ടൻ ടൈം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും അല്ലേ. ഇവിടെ ഇപ്പം 0 സെക്കൻഡിൽ എന്ത് ചെയ്യും, ഒരു ടി എന്ന് പറഞ്ഞ സെക്കൻഡിൽ നമുക്ക് എന്തായിരിക്കും, ഒരു സെർട്ടൻ ടൈം ഉണ്ടെന്നായിരിക്കാം. ടി ഈസ് ഈക്വൽ ടു ഇവിടെ ടി ഈക്വൽ ടു 0 ആണെന്നായിരിക്കാം. ആ ടൈമിൽ കൗണ്ട് വാല്യൂ FF ആണെന്ന് വിചാരിക്കാം. രജിസ്റ്ററിൻ്റെ കൗണ്ട് വാല്യൂ FF ആണെന്ന് വിചാരിക്കാം. ആ FF അടുത്ത എന്ത് ചെയ്യുന്നു, ഡിക്രിമെൻ്റ് ചെയ്യുന്നു, FE ആയി മാറുന്നു. അപ്പം പിന്നെ FEക്കകത്ത് എന്തായിരുന്നു, FD ആയി മാറുന്നു. പിന്നെ FC ആയി മാറുന്നു, FB ആയി മാറുന്നു, FA ആയി മാറുന്നു, F9 ആവുന്ന മാറുന്നു. അങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ പോകുന്നതനുസരിച്ച് ഇങ്ങനെ ഡിലേ കൂടിക്കൊണ്ട് വരും അല്ലേ. എവിടെ വരെ 0 ആവുന്ന വരെ. അത് 0 ആവുന്ന വരെ എന്ത് ചെയ്യും, ഇവിടെ തന്നെ നിൽക്കും. അപ്പോൾ സെർട്ടൻ ഒരു ഡിലേ അതോടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതാണ് ഡിലേയുടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓരോ പ്രോഗ്രാമിനിടയ്ക്കും നമുക്ക് ഈ ഡിലേ രജിസ്റ്ററിനകത്ത് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുക. ഡിലേ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രജിസ്റ്ററിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു അസൈൻ ചെയ്യുന്നു, ഒരു ഡിലേ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നു, ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. ആ സ്റ്റോർ ചെയ്ത വാല്യൂ ഇത് എന്തുകൊണ്ടിരിക്കുന്നു, കണ്ടിന്യൂസ്ലി ഡിക്രിമെൻ്റ് ചെയ്യുന്നു. ഡിക്രിമെൻ്റ് ചെയ്ത് 0 ആവുന്നവരെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അവിടെ ഒരു സർട്ടൻ ഡിലേ കിട്ടും. ഇങ്ങനെ ചെയ്യാനുള്ള റീസൺ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻസ്ട്രക്ഷനുള്ള ഡിലേ, ഇപ്പോൾ നോപ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഉണ്ട്, നോ ഓപ്പറേഷൻ, അത് എന്ത് ചെയ്യുന്നില്ല, ഒരു ഓപ്പറേഷനും പെർഫോം ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. 8085 അവൈലബിൾ ആണ്. നോപ്പ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ
it doesn't execute anything. Microprocessor simply goes into wait state. അതെന്താ ചെയ്യുക, മൈക്രോപ്രൊസസർ ചുമ്മാ വെയിറ്റ് ചെയ്തിരിക്കുകയുള്ളൂ എവിടം വരെ, ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന വരെ. അപ്പം നമുക്ക് ചെറിയ വളരെ മൈക്രോ സെക്കൻഡ് ഡിലേ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, 2-3 നോപ്പ് ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്താൽ മതി, നോപ്പ് ഇൻസ്ട്രക്ഷൻ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം എത്രയാണോ ആ ടൈം ഡിലേ നമുക്ക് ഇതിനകത്ത് കിട്ടും, 2 ഇവൻറ്റിനിടയ്ക്ക് നമുക്ക് കിട്ടും. ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു രജിസ്റ്റർ എടുക്കുന്നു, രജിസ്റ്ററിനകത്തേക്ക് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നു, ആ വാല്യൂ ഡിക്രിമെൻ്റ് ചെയ്ത് 0 ആവുന്നവരെ നമുക്ക് എന്ത് കിട്ടും, ഒരു ഡിലേ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ആക്ച്വലി ഡിലേ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഡിലേ എന്ന് പറയുന്നത് ഇത് പല രീതിയിലുള്ള ഡിലേ ഉണ്ട്. ഒരു രജിസ്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും, ഡിലേ ഉണ്ടാക്കാൻ പറ്റും. ഒരു രജിസ്റ്ററിനകത്തേക്ക് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നു, മാക്സിമം വാല്യൂ എത്രയും ഒരു രജിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് FF ആണ്. അതുകൊണ്ട് ഒരു 8 ബിറ്റ് ഡിലേ മാത്രമേ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഒരു രജിസ്റ്റർ യൂസ് ചെയ്തിട്ട് ആ രജിസ്റ്റർ ഡിക്രിമെൻ്റ് ചെയ്യുന്നു, 0 ആവുന്നവരെ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 രജിസ്റ്റർ യൂസ് ചെയ്യാം, 16 ബിറ്റ് രജിസ്റ്റർ യൂസ് ചെയ്യാം. 16 ബിറ്റ് രജിസ്റ്റർ നമുക്ക് 2 രീതിയിൽ യൂസ് ചെയ്യാം. 16 ബിറ്റ് രജിസ്റ്ററായിട്ട് ഒരു പിന്നെ HL രജിസ്റ്റർ പോലെയോ അല്ലെങ്കിൽ BC പെയർ പോലെയോ അല്ലെങ്കിൽ DE പെയർ പോലെയോ ഒക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് ആ DE പെയറിൻ്റെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ്ലി ഡിക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നെസ്റ്റഡ് ലൂപ്പായിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രജിസ്റ്ററിനകത്ത് ഒരു ഇന്നർ ഡിലേ ഒരു ലൂപ്പ് കൺസ്ട്രക്ട് ചെയ്യുന്നു, ആ ലൂപ്പ് കഴിഞ്ഞിട്ട് അതിന് മേലെ വേറൊരു ലൂപ്പ്. അപ്പോൾ ആദ്യത്തെ ഡിലേയിൽ ഇങ്ങനെ ഡിക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആദ്യത്തെ ഡിലേ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം അടുത്ത അതിൻ്റെ എക്സ്റ്റേണൽ ഡിലേയിലേക്ക് പോകും. അങ്ങനെ നമുക്ക് 16 ബിറ്റ് ഡിലേ ഉണ്ടാക്കാൻ പറ്റും. എനിവേ 2 ടൈപ്പ് ഡിലേ നമുക്ക് പോസിബിൾ ആണ്, 8 ബിറ്റ് ഡിലേ, 16 ബിറ്റ് ഡിലേ. 8 ബിറ്റ് ഡിലേ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സിംഗിൾ രജിസ്റ്റർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. 16 ബിറ്റ് ഡിലേ എന്ന് പറഞ്ഞാൽ 16 ബിറ്റ് ഡിലേ 2 പിന്നെ 8 ബിറ്റ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി 8 ബിറ്റ് ഡിലേക്കകത്ത് എന്തായിരിക്കും, ഡിലേ കുറവായിരിക്കും, അതിനേക്കാൾ കൂടുതലായിരിക്കും 16 ബിറ്റ് ഡിലേ. ഇതാണ് അതിൻ്റെ ഡിഫറൻസ് എന്താണ്. ഈ ഡിലേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഒരു ഇൻസ്ട്രക്ഷൻ ഒരു സർട്ടൻ എന്തുണ്ടാകും, ഡിലേ ഉണ്ടായിരിക്കും. ആ ഡിലേ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം. അതാണ് ആക്ച്വലി എന്ത്, ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞ സാധനം. ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞ സാധനമാണ് നമ്മൾ പഠിച്ചതാണ്. ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈമിനാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെനി മെഷീൻ സൈക്കിൾസ്. ഇനി മെഷീൻ സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താ, ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ മെഷീൻ ഓപ്പറേഷൻസ്. ഒരു മെഷീൻ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമിനാണ് നമ്മൾ മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മെമ്മറി റീഡ്, ഓപ്കോഡ് ഫെച്ച്, മെമ്മറി റീഡ്, IO റീഡ്, IO റൈറ്റ്, അതിനൊക്കെ നമ്മൾ എന്താ പറയും, മെഷീൻ സൈക്കിൾസ് എന്ന് പറയും. ഇനി ഒരു മെഷീൻ സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ഒന്ന് കൂടുതൽ എന്തുണ്ടായിരിക്കും, ടി സ്റ്റേറ്റ് നമ്മൾ യൂസ് ചെയ്യും. ടി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ക്ലോക്ക് സൈക്കിളിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. ഇതാണ് ഒരു മൈക്രോ പ്രോസസ്സറിന് കൊടുക്കുന്ന ഒരു ക്ലോക്ക് സൈക്കിളാണ്. മൈക്രോ പ്രോസസ്സറിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു പൾസ് കൊടുക്കുന്നുണ്ട്. ആ പൾസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ പൾസസിൻ്റെ ഒരു പീരീഡിനാണ് നമ്മൾ എന്താ പറയുന്നത്, ഒരു ടി സ്റ്റേറ്റ് എന്ന് പറയുന്ന സാധനം. അപ്പം ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ കുറേ മെഷീൻ സൈക്കിൾസ് വേണം. ആ മെഷീൻ സൈക്കിൾസ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ കുറേ ടി സ്റ്റേറ്റ്സ് വേണം. ഫോർ എക്സാമ്പിൾ മൂവ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു MVI എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ, MVI A,00 എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ആണെന്നായിരിക്കും. ആ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്ര ടി സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് നോക്കും. MVI A,00 എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ആണെന്ന് വിചാരിക്കാം. MVI A,00 എന്ന് പറയുന്നതിനകത്ത് എത്ര ടി സ്റ്റേറ്റ്സ് ഉണ്ട്, ഒന്ന് 2 ബൈറ്റ് ഇൻസ്ട്രക്ഷനാണ്. MVI A, എന്ന് പറഞ്ഞ സാധനം ഫെച്ച് ചെയ്യാൻ, ആ കോഡ് ഫെച്ച് ചെയ്യാൻ ഒരു ബൈറ്റ് വേണം, ഓപ്കോഡ് ഫെച്ച് വേണം. ദെൻ അടുത്ത 8 ബിറ്റ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെമ്മറി റീഡ് വേണം. അപ്പോൾ ഓപ്കോഡ് ഫെച്ചുമായി മെമ്മറി റീഡുമായി. അപ്പോൾ ഓപ്കോഡ് ഫെച്ചിന് 4 ടി സ്റ്റേറ്റ്സ്, മെമ്മറി റീഡിന് 3 ടി സ്റ്റേറ്റ്സ്. സോ ടോട്ടൽ എത്ര ടി സ്റ്റേറ്റ്സ്, 7 ടി സ്റ്റേറ്റ്സ് അല്ലേ. ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ 2 ഇതിനകത്ത് ഏതൊക്കെയാണ് മെഷീൻ സൈക്കിൾസ് അല്ലേ, മെഷീൻ സൈക്കിൾ എന്തൊക്കെയാണ്, മെഷീൻ സൈക്കിൾസ് ഏതൊക്കെയാണ്,
ഓപ്കോഡ് ഫെച്ച് ഫെച്ചിന് എത്ര ടി സി എസ്? 4 ടി സി എസ്. ഇനി അടുത്തത് മെമ്മറിയുടെ 3 ടി സി എസ്. സോ ടോട്ടൽ 7 ടി സ്റ്റേറ്റ്. 7 ടി സ്റ്റേറ്റ്സ് കൊണ്ടാണ് എന്ത് ചെയ്യുക, ഈ MVA A,00 എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക. ഇനി ടി സ്റ്റേറ്റ്സ് എന്താണെന്നുള്ളതാണ്. ടി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു മൈക്രോ പ്രോസസ്സറിന് കിട്ടുന്ന ക്ലോക്ക് ഫ്രീക്വൻസിൻ്റെ ഒരു പീരീഡിനാണ് നമ്മൾ എന്താ പറയുന്നത് ടി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ. സപ്പോസ് നമ്മുടെ പ്രോസസ്സറിൻ്റെ ക്ലോക്ക് ഫ്രീക്വൻസി 2 MHz ആണെങ്കിൽ, ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ എന്താ, T = 1/f എന്നാണ്. T = 1/f. 1/2 MHz എന്ന് പറഞ്ഞാൽ 1/2 × 10⁻⁶ = 0.5 മൈക്രോസെക്കൻഡ്സ്. അപ്പം ഈ നമ്മുടെ ഒരു മൈക്രോ പ്രോസസ്സറിൻ്റെ ക്ലോക്ക് പൾസസിനകത്ത്, നമ്മൾ കൊടുക്കുന്ന ക്ലോക്ക് പൾസസിനകത്ത് ഈ T എന്ന് പറയുന്ന സാധനം എത്രയായി മാറി, 2 MHz ആണെങ്കിൽ ഇത് 0.5 മൈക്രോസെക്കൻഡായി മാറി. ഓക്കെ, ഈ 0.5 മൈക്രോസെക്കൻഡ്സ് എന്ന് പറഞ്ഞ സംഭവം ഒരു ടി സി എസിനാണ്. നമുക്ക് MVA എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ഇതുപോലത്തെ ടി സ്റ്റേറ്റ്സ് വേണം നമുക്ക്? ഇതുപോലത്തെ ടി സ്റ്റേറ്റ്സ് വേണം നമുക്ക്? 7 ടി സി എസ് വേണം. സോ 0.5 × 7, സോ 3.5 മൈക്രോസെക്കൻഡ്സ് വേണം. എന്തിന്? MVI A,00 എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷൻ്റെയും മെഷീൻ സൈക്കിൾസും ഇൻസ്ട്രക്ഷൻ സൈക്കിൾസും അതിന് വേണ്ട ടി സി എസ് പറയുമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ ടി സി എസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലേ? ഇനിയിപ്പം ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളെ ഒരു ലൂപ്പ് വെച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അതിൻ്റെ ഇതെന്ന് നോക്കാം. നമുക്ക് ഇവിടെ നോക്കിയാൽ മതി. നമ്മുടെ പ്രോഗ്രാം എന്താ ശരിക്കും, നമുക്ക് പ്രോഗ്രാമായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, നമ്മളൊരു ഡിലേ പ്രോഗ്രാം എഴുതണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതുക? ഇവിടെ എഴുതരാം. ഇപ്പോൾ MVI C,FFF DCR C jump on non-zero to what ഇവിടെ 2000 ആണ്. ഇത് 2/10 2002, ഇത് 2003, jump on non-zero to 2002. ഇവിടേക്ക് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ വരുന്നത്. ഇതാണ് പ്രോഗ്രാം അല്ലേ? അപ്പോൾ ഇതിനെത്ര ടി സി എസ് വന്നു? ഇതിന് 7/3.5 മൈക്രോസെക്കൻഡ്സ് വന്നു. ഇനി ഇതിനെത്ര വരും? ഇതിന് 7 ടി സി എസ് ആണ്. അതുകൊണ്ട് തന്നെ 7 × 0.5 മൈക്രോസെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ 3.5. ഇതിന് എത്ര ടി സി എസ് വരും? നോക്കി ഇതിന് വരുന്നത് ഒരു ഓപ്കോഡ് ഫെച്ച് മാത്രമേ വരുന്നത്, അതായത് 3 ആണ് വരുന്നത്. അപ്പം 3 ടി സി എസ് വരുമ്പം 1.5 മൈക്രോസെക്കൻഡ്സ്. ഇത് 3 മൈക്രോസെക്കൻഡ്സ്, ഇത് 1.5. ഇനി ഇതിനാണെങ്കിലോ, ഇതിന് ഓപ്കോഡ് ഫെച്ച്, മെമ്മറി റീഡ് ആൻഡ് മെമ്മറി റീഡ് അഗൈൻ അല്ലേ? ഇൻസ്റ്റെഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ MVA എക്സിക്യൂട്ട് 7 ടി സി എസ്. അപ്പം ഇവിടെ ഇത് നോക്കിയൊക്കെ എത്ര വരുന്നുണ്ട്, ടോട്ടൽ എത്ര വരുന്നുണ്ട് നോക്കി നോക്കാം നമുക്ക്. ഇത് രണ്ടും, ഇത് 10 ടി സി എസ് വരുന്നത് ഓപ്കോഡ് ഫെച്ച്. അപ്പോൾ ഇത് 4, 3, 3, 6, ഇത് 10 വരും. 10 എന്ന് പറഞ്ഞാൽ ഇത് 10 ടി സി എസ്, അതായത് 5 മൈക്രോസെക്കൻഡ്സ് വരും. അപ്പോൾ ഇത് 7 ടി സി എസ്, ഇത് 3 ടി സ്റ്റേറ്റ്സ് ആൻഡ് ഇത് 10. അതിനകത്ത് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നത് ഏതാണ്? ഇത് രണ്ടും മാത്രമാണ് അല്ലേ? ഈ സാധനം ഇനിഷ്യലൈസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് മാത്രമേ വരുന്നുള്ളൂ. ഇത് ഒരൊറ്റ പ്രാവശ്യം മാത്രം, ഇത് റിപ്പീറ്റഡായിട്ട് എക്സിക്യൂട്ട് ചെയ്യും അല്ലേ? അപ്പം ഇത് ടൈം ഡിലേ ഇൻ ദി ലൂപ്പ് TL with 2 MHz clock frequency is calculated as
എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? TL is equal to T into loop T states into 10. loop T states എന്താ? loop T states എത്ര ഉണ്ട്? ഇവിടെ 3യും ഇതിനകത്ത് ഇതല്ലേ ലൂപ്പ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയാം. ഇതല്ലേ കണ്ടിന്യൂസ്ലി റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് 3യും ഇതിന് 10ഉം. അപ്പം സോറി, ഇതിന് 4ഉം ഇത് 3 അല്ല കേട്ടോ, സോറി, 4 T states-ഉം ഇതിന് 10ഉം. അപ്പം 4 + 10 14 ആയി. അപ്പം 14 ലൂപ്പ് T states എന്ന് പറഞ്ഞാൽ 14 ഇൻറ്റു നമ്പർ ഓഫ് കൗണ്ട് എത്ര നമ്മൾ FF ആണ് കൊടുത്തത്, അതിൻ്റെ ഹെക്സിൽ നിന്നാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഹെക്സ്. ഇപ്പം 255 ആണ് ആക്ച്വലി അതിൻ്റെ ഹെക്സ് വാല്യൂ തന്നെ. 255 ടൈംസ് ആണ് അത് റിപ്പീറ്റ് ഇടുന്നത്. TL is equal to ടൈം ഡിലേ ഇൻ ദി ലൂപ്പ്, T സിസ്റ്റം ക്ലോക്ക് പീരീഡ്, എന്ന് പറഞ്ഞാൽ ഈക്വലൻ്റ് ഡെസിമൽ നമ്പർ ഇൻ ദി രജിസ്റ്റർ. പിന്നെ TL എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ എന്താ വരിക? T എത്ര വരുന്നത്? 0.5 ഇൻറ്റു 10⁻⁻5. അതാണ് എന്ത്? T എന്ന് പറഞ്ഞ സാധനം. ദെൻ 14 TCS ആണ് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിനകത്തുള്ളത്, 14. ദെൻ 255 ആണ് എന്ത്? അതിൻ്റെ ഡെസിമൽ കൗണ്ട് തന്നെ, അതായത് FFന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 255 ആണ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1785 മൈക്രോ സെക്കൻഡ്സ് എന്ന് കിട്ടും. അതായത് അറൗണ്ട് 0.8 മില്ലി സെക്കൻഡ് വാല്യൂ ഏത് ഡിലേ ഇൻട്രൊഡ്യൂസ് ചെയ്യും? ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കണ്ടീഷൻ? നമ്മുടെ സിസ്റ്റം ക്ലോക്ക് എന്തായിരിക്കണം? 2 MHz ആയിരിക്കണം. പിന്നെ പ്രോസസ്സർ എന്തായിരിക്കണം? 8085 ആയിരിക്കണം. കാരണം 8085-നകത്താണ് ഇത്രയും TCS ഒക്കെ വരുന്നത്, വേറെ ഇതിനകത്ത് പല രീതിയിലായിരിക്കും. അപ്പം 8085-നകത്ത് ഒരു ലൂപ്പ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു 8-bit രജിസ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്, ഡിലേ സ്റ്റേറ്റ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന സാധനം എന്താണ്? ഇതാണ് കാൽക്കുലേറ്റർ. TL is equal to ടൈം ഡിലേ ഇൻ ദി ലൂപ്പ്, TL is equal to T ഇൻറ്റു ലൂപ്പ് T states ഇൻറ്റു N10. N10 എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്ന കൗണ്ട് ഇല്ലേ, ഇവിടെ FF ആണ് കൗണ്ട് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എത്ര വാല്യൂ ഇവിടെ ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്നത് 0A എന്ന് കൊടുക്കുകയാണെങ്കിൽ 10 ആയിരിക്കും, ഇൻറ്റു 10 ഇവിടെ കൊടുക്കട്ടെ. 255 പകരം ഇവിടെ എന്ത് കൊടുത്താൽ മതി? 10 കൊടുത്താൽ മതി. പിന്നെ ഡിലേ സ്റ്റേറ്റ്മെൻറ്റ് TCS ഇൻ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 14 തന്നെയായിരിക്കും. പിന്നെ ഇത് ഒരു T സ്റ്റേറ്റിൻ്റെ ടൈം പീരീഡ്, അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഇത് കിട്ടും. മനസ്സിലായോ? അപ്പം ഇങ്ങനെയാണ് ഒരു ഡിലേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഡിലേ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടൈം ഡിലേ ആ ഒരു ലൂപ്പ് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനേക്കാളും കുറച്ചുകൂടി ക്ലാരിറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 1 millisecond ഡിലേയുടെ ഒരു ഡിലേ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ 1 millisecond കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ ആകെ എന്താ ചേഞ്ച് ചെയ്യാനുള്ളൂ? ഈ കൗണ്ട് വാല്യൂ മാത്രമേ ചേഞ്ച് ചെയ്യാനുള്ളൂ. കൗണ്ട് വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്താക്കും? അത് 1.8 പകരം 1 millisecond ആക്കുന്ന രീതിയിൽ ഈ കൗണ്ട് വാല്യൂ എന്ത് ചെയ്യും? സെറ്റ് ചെയ്താൽ മതി. ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. 1 millisecond കിട്ടുന്നത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? അങ്ങനെ നമുക്ക് എന്ത് സെറ്റ് ചെയ്യാൻ പറ്റും? ഏത് വാല്യൂ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന് കുറച്ചും കൂടെ ഒരു ആക്യുറസി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കി നോക്കാൻ മതി. ഇതിനകത്തൊരു നമ്മൾ കാര്യം പറയുന്നുണ്ട്. ഈ ഡിലേ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഈ ഇൻസ്ട്രക്ഷൻ്റെ ഡിലേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? കുറച്ചും കൂടെ ഇതിപ്പം എന്താ പറയുക, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഈ ഡിലേ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിനകത്ത് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്തിട്ടില്ല? കൺസിഡർ ചെയ്തിട്ടില്ല. MVI സീക്കമ അതിൻ്റെ ഒരു 3 T states, അതായത് 3.5 മൈക്രോ സെക്കൻഡ്സ് നമ്മൾ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്തിട്ടില്ല? ആഡ് ചെയ്തിട്ടില്ല അല്ലേ? ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണ്ടേ ശരിക്കും? ഈ 3.5 മൈക്രോ സെക്കൻഡ് കൂടെ ആഡ് ചെയ്യണം. അപ്പോഴാണ് ശരിക്കും ആക്ച്വൽ ഇത് കിട്ടുള്ളൂ, ടൈം ഡിലേ കിട്ടുള്ളൂ. 3.5 മൈക്രോ സെക്കൻഡ്സ് 3.5 മൈക്രോ സെക്കൻഡ്സ് മാത്രം കൂട്ടിയാൽ പോരാ, അതിനകത്ത് നിന്നൊരു സാധനം കൂടെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണം. കാരണം ജമ്പ് ഓൺ നോൺ സീറോ എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ 10 TCS ആണ് നോർമലി. എപ്പോഴും ഈ കണ്ടീഷൻ ട്രൂ ആവുന്ന സമയത്ത്, കണ്ടീഷൻ ഫോൾസ് ആവുന്ന സമയത്ത് അല്ല, ജമ്പ് ഓൺ നോൺ സീറോ ആണെങ്കിൽ കണ്ടീഷൻ ട്രൂ ആണ്. നോൺ സീറോ ആകുമ്പോഴാണ് അങ്ങോട്ടേക്ക് വരുന്നത്, 2002 ജമ്പ് ചെയ്യുന്നത്. അപ്പോൾ നോൺ സീറോ ആവുന്ന സമയത്ത് ഇതിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇവിടെ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ?
നോൺ സീറോ അല്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനകത്തേക്കാണ് പോകേണ്ടത് അല്ലേ? നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനകത്തേക്ക് പോകുന്ന സമയത്തേക്ക് എന്ത് വരില്ല? ഇവിടെ 14 TCS വരില്ല, എന്തേ വരുള്ളൂ? 7 TCS നമുക്ക് വേണ്ടി വരുള്ളൂ. അത് നിങ്ങൾ ജമ്പ് ഇൻസ്ട്രക്ഷൻ്റെ ഇതെടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 3 TCS അതിന് എന്ത് വേണ്ടി വരില്ല? വരില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് 7 TCS മാത്രമേ അതിന് വരുള്ളൂ. അതായത് നിങ്ങൾ എപ്പോഴും ജമ്പ് ഇൻസ്ട്രക്ഷൻ്റെയും കണ്ടീഷണൽ ജമ്പ് ഇൻസ്ട്രക്ഷനെയും കണ്ടീഷണൽ നോൺ കണ്ടീഷണൽ ജമ്പ് ഇൻസ്ട്രക്ഷനെയും നിങ്ങൾ TCS എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാവും. അതിൻ്റെ TCS കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ 10/7 അങ്ങോട്ട് എഴുതിയിട്ടുണ്ടാവും. 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ 10 ആണ്, അല്ലെങ്കിൽ അത് 7 വേണ്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് റീഡ് ചെയ്യേണ്ട കാര്യമില്ല. കണ്ടീഷൻ തന്നെ ആദ്യം ചെക്ക് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് പറയുമ്പോൾ തന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യില്ല, റീഡ് ചെയ്യില്ല. അതിനകത്ത് ചെറിയൊരു ക്ലാരിറ്റി കുറവ് നിങ്ങൾക്ക് ഇപ്പോഴും ഫീൽ ചെയ്യും. കാരണം ഒന്നാമത്തെ ഇത് ക്ലാസ് എന്ന് പറയുന്നതിൻ്റെ അത്ര ക്ലാരിറ്റിയിൽ ഓൺലൈനായിട്ട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. ക്ലാസ്സിൽ ബോർഡിൽ യൂസ് ചെയ്തിട്ട് പറയുന്നതിൻ്റെ അത്ര ക്ലാരിറ്റിയിൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും തോന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് കണ്ടീഷണൽ ഇൻസ്ട്രക്ഷൻസ്, കണ്ടീഷണൽ ജമ്പ് ഇൻസ്ട്രക്ഷന് നമ്മൾ പറയുക കണ്ടീഷണൽ ട്രൂ ആണെങ്കിൽ 10 TCSും കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ 7 TCSും മാത്രമേ വരുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം എന്ത് വരും? 10 TCS വരും. എക്സെപ്റ്റ് ലാസ്റ്റിലത്തെ കേസ് എന്തായിരിക്കും? കണ്ടീഷൻ ഫോൾസ് ആവുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് എന്ത് ചെയ്യേണ്ടി വരും? ഒരു 3 TCS എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പം ടോട്ടൽ ടൈമിനകത്ത് നമുക്ക് 1.5 മൈക്രോ സെക്കൻഡ് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ ഇനീഷ്യലൈസ് ചെയ്യാനുള്ള ഡിലേ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. സോ 0.5 മൈക്രോ സെക്കൻഡ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, 0.5 മൈക്രോ സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ടോട്ടൽ ഡിലേ എന്ന് പറഞ്ഞാൽ ടൈം ടു എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ ഔട്ട്സൈഡ് ദ ലൂപ്പ്, അതായത് ഇനീഷ്യലൈസ് ചെയ്യാനുള്ള ആ ഇൻസ്ട്രക്ഷൻ്റെ ഇത് പ്ലസ് ടൈം ടു എക്സിക്യൂട്ട് ലൂപ്പ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം. ലൂപ്പ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം TLA എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 3 TCS എന്ത് ചെയ്യുന്നുണ്ട്? മൈനസ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ ടൈം ഡിലേ മൈനസ് 3 TCS. ആ 3 TCS എങ്ങനെ കിട്ടിയത്? ആ ഇൻസ്ട്രക്ഷൻ ജമ്പ് ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യുന്ന സമയത്ത്, ഫോൾസ് ആവുന്ന സമയത്ത്, ഏറ്റവും ആദ്യം അവസാനം അതല്ലേ വരിക, ഏറ്റവും അവസാനം ഫോൾസ് ആകുമ്പോഴല്ലേ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനകത്തേക്ക് വരിക. അപ്പോഴത് എത്ര TCS മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ? 10 TCS എക്സിക്യൂട്ട് ചെയ്യില്ല, അതാകെ 7 TCS മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് അതിനകത്തുനിന്നൊരു 1.5 മൈക്രോ സെക്കൻഡ്, അതായത് 3 TCSൻ്റെ ടൈം നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. അതേപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഔട്ട്സൈഡിലുള്ള ഇൻസ്ട്രക്ഷൻ്റെ ടൈം ഡിലേയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. സോ അപ്രോക്സിമേറ്റ്ലി എന്ത് തന്നെയായിരിക്കും? 1.8 ആയിട്ട് തന്നെയാണ് അത് വരിക. മനസ്സിലായില്ലേ? ഇതാണ് ആക്ച്വലി എന്ത് നമ്മുടെ ഒരു സിംഗിൾ രജിസ്റ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് ഉള്ള ഡിലേ എന്ന് പറയുന്ന സാധനം, ഡിലേ കാൽക്കുലേഷൻ എങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലേ കാൽക്കുലേഷൻ ചോദിക്കാം, അതുപോലെ ഇതും ചോദിക്കാം. ഒരു പെർട്ടിക്കുലർ ഡിലേ തന്നിട്ട് അതിനുള്ള ഇൻസ്ട്രക്ഷൻ എഴുതാനും ചോദിക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ടൈം ഡിലേ യൂസിങ് എ രജിസ്റ്റർ പെയർ. ഒരു രജിസ്റ്റർ പെയർ യൂസ് ചെയ്തിട്ട് ടൈം ഡിലേ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇതേപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇവിടെ നോക്കിയൊക്കെ നിങ്ങൾ LXI B എന്ന് പറഞ്ഞ രജിസ്റ്ററിനകത്ത് നമുക്ക് ഈ 8-bit ഡിലേ പോരാത്ത സമയത്ത്, 8-bit ഡിലേയിൽ നമ്മളിപ്പോൾ ഇവിടെ കണ്ടില്ലേ എത്രയാണ് നമുക്ക് മാക്സിമം കിട്ടിയിരിക്കുന്നത്? മാക്സിമം കിട്ടിയിരിക്കുന്നത് 1.8 മില്ലി സെക്കൻഡാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? 1.8 മില്ലി സെക്കൻഡിനാണ് മാക്സിമം ഡിലേ കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനേക്കാളും കൂടുതൽ ഡിലേ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 16-bit രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യും. 16-bit രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഡിലേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. അവിടെ LXI B2378 തന്നെ ഒരു കൗണ്ട് വാല്യൂ ഇവിടെ 16-bit രജിസ്റ്ററിനകത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും. ഇപ്പോൾ ഇവിടെ 16-bit ആണ് എന്ത്? നമ്മളെ കൗണ്ട് എന്ന് പറഞ്ഞ സാധനം, അതായത് ഡിലേ കൗണ്ട് എന്ന് പറഞ്ഞ സാധനം 16-bit ആണ്. നേരത്തെ 8-bit ആയിരുന്നു, ഇവിടെ 16-bit ആണ്. ദെൻ DCRന് പകരം ഇവിടെ രജിസ്റ്റർ പെയർ ആയതുകൊണ്ട് DCX ആക്കി, DCXB. അപ്പോൾ എന്ത് ചെയ്യും? B രജിസ്റ്റർ എന്ത് ചെയ്യും? ഡിക്രിമെൻറ്റ് ചെയ്യും. ഇവിടെ ഡിക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഫ്ലാഗിനെ എഫക്റ്റ് ചെയ്യില്ല? രജിസ്റ്റർ പെയർ, അതായത് DCX എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? 0 ഫ്ലാഗിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. 0 ഫ്ലാഗ്, അത് DCX എന്ന് പറഞ്ഞ സാധനം ഇൻസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ HL പെയറിൻ്റെ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്യും, പക്ഷേ അതെന്ത് ചെയ്യുന്നില്ല? അതെവിടെ റിഫ്ലക്റ്റ് ചെയ്യില്ല? 0 ഫ്ലാഗിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യില്ല. അതായത് DCXH എന്ന് B എന്ന് പറയുന്ന സമയത്ത് BC പെയർ 0 ആവുന്ന സമയത്ത് ഒരിക്കലും 0 ഫ്ലാഗ് എന്താവില്ല? സെറ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ജമ്പ് ഓൺ 0 എന്ന് പറഞ്ഞ സാധനം ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ചെയ്യുന്നൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിയിലെ വാല്യൂ, BC പെയർ അല്ലേ, അതായത് സിയിലെ വാല്യൂ നമ്മൾ എയിലേക്ക് കൊണ്ട് മൂവ് ചെയ്യിക്കുന്നു, എന്നിട്ട് ORA B. അപ്പം 00 എന്താ നമ്മുടെ ഉദ്ദേശം? BC പെയർ എന്തായിരിക്കണം?
സീറോ ആവണം അല്ലേ, ഇവിടെയും സീറോ ആയിരിക്കണം, ഇവിടെയും സീറോ ആയിരിക്കണം. അതിനാകുമ്പോഴല്ലേ മൊത്തം സീറോ ആവുന്നത്. അത് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സി അങ്ങോട്ടേക്ക് മൂവ് ചെയ്യിക്കുന്നു, എയിലേക്ക് മൂവ് ചെയ്യിക്കുന്നു. ഇപ്പോൾ എയിലും സിയിലും സീറോ ആണെന്ന് വിചാരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, എയും ബിയും കൂടെ ഓർ ചെയ്യുന്നു. എയും ബിയും കൂടെ ഓർ ചെയ്തിട്ട് റിസൾട്ട് സീറോ ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? റിസൾട്ട് സീറോ എന്ന ഒരൊറ്റ കേസ് മാത്രമേ സീറോ ഉള്ളൂ. ബിയിലെ രജിസ്റ്ററിൻ്റെ വാല്യൂയും എയിലെ രജിസ്റ്ററിൻ്റെ വാല്യൂയും എന്താകുമ്പോൾ മാത്രമേ റിസൾട്ട് സീറോ ഉള്ളൂ, സീറോ ആകുമ്പോൾ മാത്രമേ സീറോ ആവുള്ളൂ. അതായത് ഒരു രണ്ട് വാല്യൂ നമ്മൾ ഓർ ഗേറ്റ് പഠിച്ചിട്ടില്ലേ, രണ്ട് ഇൻപുട്ടും സീറോ ആകുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് എന്താവുള്ളൂ, സീറോ ആവുള്ളൂ. ബാക്കി എല്ലാ കേസിലും അതെന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ബി രജിസ്റ്ററിൻ്റെ വാല്യൂയും സി രജിസ്റ്ററിൻ്റെ വാല്യൂയും, അതായത് ബി രജിസ്റ്ററിൻ്റെ വാല്യൂയും എയും സിയും, കാരണം സിയിലെ വാല്യൂ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ട്, എയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അതിൽ രണ്ടിലെ വാല്യൂയും സീറോ ആകുമ്പോൾ മാത്രമേ എയും ബിയും തമ്മിൽ ഓർ ചെയ്ത് കഴിഞ്ഞാൽ സീറോ ആവുള്ളൂ. അങ്ങനെ സീറോ ആണെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. അല്ലാത്ത കേസിൽ എന്ത് ചെയ്യണം, ഈ ഡിക്രിമെൻ്റ് എന്ന് പറഞ്ഞ പരിപാടി എന്ത് ചെയ്യണം, കണ്ടിന്യൂസ്ലി പെർഫോം ചെയ്തുകൊണ്ടിരിക്കണം. ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പം. ഇവിടെ ടി സ്റ്റേറ്റ്സ് നമ്മൾ നേരത്തെ നോക്കിയ പോലെ തന്നെ 10 ടി സ്റ്റേറ്റ്സ് ആണ്. ഇവിടെ എന്തായിരിക്കും ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എത്ര വരുന്നതെന്ന് നോക്കാം. ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എത്ര വരുന്നുണ്ട്, 6 4 10 14 വരുന്നുണ്ട്. 14 ഇൻറ്റു എന്ത് വേണം, 14 ഇൻറ്റു എന്തായിരിക്കും ഈ കൗണ്ട് ഹെക്സ്, ഇത് കറസ്പോണ്ടിങ് ആയിട്ടില്ല ഡെസിമൽ വാല്യൂ എത്രയാണ് അത് n. ഇനി ഒരു ടി സി എസിന് കറസ്പോണ്ടിങ് ആയിട്ടില്ല എന്ത് ടൈം, ഇത്രയാണ് എന്ത് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? ഇതും കൂടെ കൂട്ടണേ, ജമ്പ് ഇൻസ്ട്രക്ഷനും കൂടെ കൂട്ടണം. ഇനി അതിനകത്ത് എന്തൊക്കെ ആക്ച്വൽ ഡിലേ കിട്ടാൻ എന്തൊക്കെ ചെയ്യണം, ഇത് ആഡ് ചെയ്യണം. ഇതിനകത്ത് 10/7 എഴുതിയിട്ടുണ്ടല്ലോ നിങ്ങൾ, അതിനകത്ത് നിന്നൊരു 3 ടി സ്റ്റേറ്റ്സ് എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്, ഈ 16 ബിറ്റ് രജിസ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള ഡിലേ കിട്ടും. ഓക്കെ, ഇനി വേറൊരു മെത്തേഡ് യൂസ് ചെയ്യാം നമുക്ക്. ടൈം ഡിലേ യൂസിങ് 16 ബിറ്റ് തന്നെയാണ്, ലൂപ്പ് വിതിൻ എ ലൂപ്പ് ടെക്നിക്. അത് 16 ബിറ്റ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ രജിസ്റ്റർ പെയർ യൂസ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, 2 സിംഗിൾ 8 ബിറ്റ് രജിസ്റ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഇവിടെ ബിയും സിയും 8 ബിറ്റ് നമ്മൾ മൂവ് ചെയ്യിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, സി ആദ്യം എന്ത് ചെയ്യുന്നു, ഡിക്രിമെൻ്റ് ചെയ്യുന്നു. ജമൺ നോൺ സീറോ വരെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി സി സീറോ ആയി കഴിഞ്ഞാൽ എവിടെ വരും, DCR ബി വരും. ബി വന്നു കഴിഞ്ഞാലോ ഒന്ന് ബി ഡിക്രിമെൻ്റ് ചെയ്യും. നോൺ സീറോ വന്നു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ടേക്ക് ഇവിടത്തേക്കാണ് പോകുന്നത്. അപ്പോൾ സി അഗെയിൻ എന്ത് ചെയ്യുന്നു, FF ആക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, സി അഗെയിൻ ഡിക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം 15 അതായത് FF ടൈംസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, FF ടൈംസ് സി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അത് എത്ര പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കും, ബി ടൈം, ബിയിലെ രജിസ്റ്റർ, ബിയിൽ എത്ര രജിസ്റ്റർ 38 ടൈംസ്. അതായത് ആക്ച്വലി FF ഇൻറ്റു 38 എത്രയാണോ വാല്യൂ, ആ വാല്യൂ അത്രയും ഡിലേ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അതിനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 56 ഇൻറ്റു TLI പ്ലസ് 2IT, ഇവിടെ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ, ഇൻറ്റു 0.5 മൈക്രോ സെക്കൻഡ്. അതുകൊണ്ട് ഇത്രയും സാധനം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി ഓരോന്നിൻ്റെ വാല്യൂ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡിലേ ഇൻ ലൂപ്പ് എന്ന് പറയുന്ന സാധനം, TLI എന്ന് പറയുന്ന സാധനം ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് എത്രയാണെന്ന്. ഓരോ ഇൻസ്ട്രക്ഷനെയും TCS നോക്കിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ 16 ബിറ്റ് ഡിലേ നമുക്ക് 2 രീതിയിലാക്കാം. ഒന്ന് 16 ബിറ്റ് രജിസ്റ്റർ പെയർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൂപ്പ് വിതിനെ ലൂപ്പ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റും. 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനം 16 ബിറ്റ് ഡിലേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.